കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധവുമായി ഫുട്ബോൾ ആരാധകരും രംഗത്തേക്ക് വരികയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലാണ് ആയിരക്കണക്കിന് ആരാധകർ പ്രതിഷേധിക്കുന്നത്. ഇന്ന് നടക്കാനിരുന്ന ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ഡെർബി പോരാട്ടം പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. അർജുൻ പീതാംബരൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അർജുൻ, നേരത്തെ ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത് കാഴ്ചയിൽ കണ്ടു. ഒരുപാട് ആരാധകരുണ്ടല്ലോ, പ്രതിഷേധം പുരോഗമിക്കുന്നത് എങ്ങനെ? പ്രതിഷേധം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രതീക്ഷ ആരാധകർ മുഴുവനായിട്ടും അവിടെ നിന്നും മടങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കുറച്ചാളുകളെ നേരത്തെ അർദ്ധസൈനിക വിഭാഗവും പോലീസും ചേർന്ന് അവിടെ നിന്നും മടക്കി അയക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്തായാലും ആരാധകർ പൂർണ്ണ തോതിൽ എന്തായാലും അവിടെ നിന്നും പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവും അതുപോലെ തന്നെ ഈ മത്സരം സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം തന്നെ മത്സരം റദ്ദാക്കിയതിനും എതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധം സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ ആരാധകർ നേരത്തെ അങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്നു. അതിൽ കുറച്ച് പേർ മാത്രമാണ് ഇപ്പോൾ എന്തായാലും മടങ്ങിപ്പോയിട്ടുള്ളത്. മറ്റുള്ളവർ ഇപ്പോഴും പ്രതിഷേധവുമായി അവിടെ തന്നെ ഉണ്ട്, ആ രംഗത്ത് തന്നെയുണ്ട്. മാത്രമല്ല പൂർണ്ണ തോതിൽ അവിടെ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് നിലവിൽ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് ചുറ്റും ഉള്ളത്. ഈ പ്രശ്നങ്ങൾ കൈവിട്ട് ഈ കാര്യങ്ങളടക്കം ഈ നിലവിൽ നടക്കുന്ന പ്രതിഷേധമടക്കം അത് കൈവിട്ടു പോവുകയാണെങ്കിൽ ആരാധകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും പോലീസ് കടക്കും എന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ആരാധകരെ അവിടെ നിന്നും മടക്കി അയക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് എന്തായാലും ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ അടുത്ത സൈനിക വിഭാഗവും എത്തിയിട്ടുള്ളത്. കുറച്ച് പേർ മാത്രം മടങ്ങി പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് അല്പസമയത്തിനകം പോലീസ് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. അല്പം മുൻപ് തന്നെയാണ് നമ്മൾ ഈ ആരാധകരിൽ ഒരാളുടെ പ്രതികരണം കേട്ടത്. വലിയ രീതിയിൽ തന്നെ ഈ മത്സരം റദ്ദാക്കിയതിലും അദ്ദേഹം വിഷമം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതിഷേധക്കാരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നിയോഗിച്ച അത്രയും പോലീസിൽ പകുതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മത്സരം അവിടെ സുരക്ഷിതമായി തന്നെ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ സമാധാനപരമായി സ്റ്റേഡിയത്തിനകത്ത് വെച്ച് നടത്താൻ ഇരുന്ന സമരം പ്രതിഷേധം അത് പക്ഷേ ഈ മത്സരം റദ്ദാക്കിയതുകൂടി ആരാധകരും പ്രതിഷേധക്കാരും ഈ സ്റ്റേഡിയത്തിന് മുന്നിലേക്കും ചുറ്റും ഇരച്ചെത്തിക്കൊണ്ട് അത് വലിയ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അങ്ങനെ ഫുട്ബോൾ ആരാധകരും യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുക.